ഇന്നത്തെ ദിവസം എന്തൊക്കെ ഇപ്പൊ നടന്നത്? എന്താണ് പ്രതീക്ഷിച്ചത് അത് നടന്നില്ല, പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കും ചെയ്യും. ബാംഗ്ലൂരിൽ നിന്ന് വീട്ടുകാരോട് പറയാണ്ടെത്തി അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നാൽ അവരാണ് എനിക്ക് സർപ്രൈസ് തന്നത്. വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ മുന്നിൽ നിൽക്കാന്ന് ഞാൻ വിചാരിച്ചു. അമ്മ ജോലിക്ക് പോയില്ല. അവരെന്നേക്കാൾ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, ഞാൻ വരണോന്ന് ചോദിച്ചപ്പോ വാ പോരെ അതൊക്കെ മാറും എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത്ര അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനും കൂടെ കൊണ്ടുപോയിരുന്നു. അച്ഛൻ പിന്നെ വന്നില്ലേ. അങ്ങനെ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തേക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അവരങ്ങനെ പറ്റിച്ചു കഴിയും. രണ്ടാമത്തെ സർപ്രൈസ് ഇതേ വരുന്നു. നമ്മുടെ നാട്ടിൽ കൂടെ KSRTC ബസ്, അതും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയിട്ടുള്ള ഈ ഒരു ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അമ്മയൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. എന്താ അവർ നോക്കി. അങ്ങനെ കുറച്ച് ദൂരം വരെ നമ്മൾ ഈ ഒരു ബസ്സിൽ പോയി. അതിനുശേഷം നമുക്ക് മാറി കയറുന്നുണ്ട്. എന്റെ അനിയത്തിക്ക് വീഡിയോക്ക് ഇങ്ങനെ മുഖം കാണിക്കാനൊന്നും ഇഷ്ടമല്ല. എന്നുണ്ടാവും. രണ്ടാമത്തെ ബസ്സിൽ അമ്മ ബാക്ക് സീറ്റിലാണ് കേട്ടോ, കണ്ടോ വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞു ഗായ്സ്. ഓണത്തിന്റെ സമയത്തൊക്കെ പോകാനായിരുന്നു എന്റെ പ്ലാന്. അതാകുമ്പോൾ കുറച്ച് ഒരുങ്ങിയിട്ട് പോകാലോ, സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട്. പിന്നെ നമ്മൾ മാത്രം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അമ്മ അതേ കണ്ണനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിലിന്റെ പൊതുക്കെ വാങ്ങിക്കുന്നു. കണ്ണനെ കാണാൻ വരുമ്പോ അമ്മ അങ്ങനെ വെറും കൈയോടൊന്നും വരാറില്ല. വാങ്ങിച്ചു കഴിഞ്ഞ എന്റെ മുഖത്തുള്ള ഒരു തിളക്കം കാണാം നിങ്ങൾക്ക്. ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ ഒരു 2:30 ആയി. പാൽ പായസം കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഭയങ്കര വിഷമം. സമയം കുറച്ച് വൈകിപ്പോയി, അതാ കാരണം. പിന്നെ ഊണ് കഴിക്കാനുള്ള വരി അമ്മ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ബേഗും ചെരുപ്പൊക്കെ എടുക്കാൻ പോയി. ഗുരുവായൂർ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളാണ്. മുന്നേ ഇതുകൂടെ വരുമ്പോൾ കാലൊക്കെ പൊള്ളിയിട്ട് ആകെ സീനായിരുന്നു. ഇപ്പൊ ഈ വഴിക്ക് വരുമ്പോൾ വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല തണുപ്പുണ്ട്. അമ്മ ഈ വരിയുടെ അവസാന ഭാഗത്ത് നിൽക്കുക. എന്താ കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല, കഴിഞ്ഞു പോയി. അതും കഴിഞ്ഞു പോയി. ഒരാളവിടെ നല്ല കുളിയിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇനി ഗണപതിനെ അവിടെ തൊഴാൻ പോവാം. ഗുരുവായൂർക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഒരു 2 വീലർ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്താം. ഗുരുവായൂർ വരുമ്പോൾ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് വരാറുള്ളത്. ഇന്ന് ആ ലക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. അമ്മ ഊണ് പറഞ്ഞപ്പോ ഞാനും അവളും മസാല ദോശയും നെയ് റോസ്റ്റാണ് പറഞ്ഞത്. രാവിലെ നമ്മളൊന്നും കഴിക്കാതെയാണ് പോയത്. പിന്നെ തൊഴുതിറങ്ങാനും കുറച്ച് വൈകി. അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു. ബാംഗ്ലൂരുള്ളപ്പോ പെട്ടെന്ന് ഈ മിഠായി കഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ അത് സാധ്യമാക്കി. അങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ കൈയൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ ഒരു സുഖം. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.